എൻ്റെ പടച്ചോനെ, ഒരു മനുഷ്യനിൽ ഇത്രത്തോളം വിഷം ഉണ്ടാവുമോ? ഇതിൻ്റെ ഒന്നും അരികത്തുകൂടി പോലെ വിഷം തീണ്ടി നമ്മൾ മരിച്ചു പോകും. ഇത് പൊട്ടിത്തെറിക്കുന്ന അംശമാണ്. ഈ വിഷം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളക്കര ഒട്ടാകെ സന്തോഷിക്കാണ്. ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും. റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കയ്യബദ്ധം പറ്റിയാണ്, മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയാണ് ഒരു കുട്ടി, ഭിന്നശേഷിക്കാനായ ഒരു കുട്ടി മരിക്കാൻ ഇടയായി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിനുവേണ്ടി അർപ്പിക്കേണ്ടി വന്നു. ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം 20 കൊല്ലക്കാലം അദ്ദേഹം ജയിലിൽ കടന്നു. അതായത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന പലതും അദ്ദേഹം കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ഇക്കാലം അത്രയും അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു. ആ മനുഷ്യൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ വയോവൃദ്ധയായ മാതാവ് കണ്ണീരോടുകൂടി, പ്രാർത്ഥനയോടുകൂടിയും അപേക്ഷയോടുകൂടി കാത്തിരിക്കാൻ. ആ മനുഷ്യൻ ജയിൽ മോചിതനാകുമ്പോൾ കേരളക്കര ഒട്ടാകെ സന്തോഷത്തിലാണ്. അപ്പോൾ വിഷപ്പാമ്പിൽ ഒന്ന് പറയാണ്, കേരളക്കര ഇങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? കൊലയാളിയല്ലേ എന്ന്. ഓ, പൂവിനെയും വണ്ടിനെയും തേനെയും മാത്രം സ്നേഹിച്ച ഒരു ജന്മം. എത്ര മാനവികമാണെന്നറിയാം അവരുടെ ആ സ്നേഹം. ദുബായ് ചെക്ക് കേസിൽ വെള്ളാപ്പള്ളിയുടെ മോൻ തുഷാർ വെള്ളാപ്പള്ളി കിടന്നപ്പം യൂസ്ഫലി ഇറക്കാൻ പോയല്ലോ. അന്ന് നിങ്ങൾക്ക് എന്തിനാ കുറ്റവാളി ഇറക്കുന്നത് നിങ്ങൾക്ക് തോന്നൽ വന്നില്ലേ? ഫഹദ് എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോനെ കഴുത്തറുത്ത്, മദ്രസയിൽ പോകുമ്പോൾ കഴുത്തറുത്താകുന്നത്. ആ കൊലയാളിക്കെതിരെ നിങ്ങൾ വല്ലതും പറഞ്ഞിരുന്ന? അത് വിദേശത്തല്ല, സ്വദേശത്തായിരുന്നു. ജുനൈദ് എന്ന് പറയുന്ന പൊന്നുമോൻ ഇതുപോലൊരു പെരുന്നാളിന് വസ്ത്രം എടുക്കാൻ വേണ്ടി പോയപ്പം ആ പാവപ്പെട്ട ചെറുക്കനെ ട്രെയിൻ വെച്ച് തല്ലിക്കൊന്നപ്പോൾ നിങ്ങൾക്ക് വല്ലതും പറയാൻ തോന്നിയാ? എന്തിനേറെ, ഇന്ന് വരെ ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ 500 രൂപ പെറ്റി പോലും അടച്ചിട്ടില്ലാത്ത റിയാസ് മൗലവി, അദ്ദേഹത്തിന്റെ വിധവയുടെ കണ്ണീര് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? ഒന്നും ചെയ്യാതൊരു പാവം പള്ളി കിടന്നുറങ്ങി, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അയാൾ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. ആ പാവപ്പെട്ട മനുഷ്യനെ പള്ളിയിൽ കയറി കഴുത്തറത്ത് കൊന്നിട്ട് അതിൻ്റെ പ്രതികൾ നിർലോഭം ഇറങ്ങിയല്ലോ, ഉപാധികളില്ലാതെ ജാമ്യം അവർക്ക് കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനവികത. ആ സ്ത്രീ എന്ന് റിയാസ് മൗലവി കൊല്ലപ്പെടുമ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ കുട്ടി ജനിക്കുമ്പോൾ വാപ്പാനെ കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് വേദനയൊന്നും ഉണ്ടായില്ലേ? അയ്യ സ്ത്രീ, നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഭാഷ പ്രയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെ ആണോ? അതോ മനുഷ്യരൂപം പൂണ്ട വേറെ എന്തോ ജന്മമാണോ? നിങ്ങൾക്ക് ഹൃദയമില്ലേ? മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ? ഇപ്പൊ നിമിഷപ്രിയ, അവര് ഇതുപോലെ അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊന്നു. എന്നിട്ടും നമ്മൾ അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം പല ആളുകളും ഇടപെട്ടപ്പോഴേക്കും കേരളം ഒട്ടാകെ ആഘോഷം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ദുർബല സാഹചര്യത്തിൽ അങ്ങനെ പലതും പറ്റും. അതിന് പകരം ഒരു ജീവൻ കൊടുക്കലല്ല, അതിന് പകരം ജീവൻ കൊടുത്താൽ അത് മതിയാവൂല. അതേ സമയത്ത് അയാൾ രക്ഷപ്പെടട്ടെ, അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നല്ലേ നമ്മളൊക്കെ ചിന്തിച്ചത്. ഇല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും, സംഘപരിവാറുകാർ പോലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ രക്ഷപ്പെടട്ടെ, ആ കൊല്ലപ്പെട്ടവന് പകരം ഇവരുടെ ജീവൻ കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ എന്നല്ലേ മലയാളിയുടെ വികാരം അല്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയാമോ? മുസ്ലിമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്ത്രീയെ, നിങ്ങളുടെ ഈ ജന്മം പാഴായി പോകും. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് വന്ന് കണ്ടിട്ട്, ഞങ്ങൾ മലയാളികൾക്ക് വലിയ ആഗ്രഹം, എന്തെങ്കിലും ഒരു നല്ല വാക്ക്, മനുഷ്യർക്ക് ഗുണമുള്ളൊരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് കേട്ടിട്ട് മരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലെ നിങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം, എതിർപ്പൊന്നും ഉള്ളതുകൊണ്ടല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു സ്ത്രീയായി പോയത്? ഇവിടെ നിങ്ങൾ അതേ പ്രായമുള്ള എത്ര മനുഷ്യരുണ്ട്. ഈ ശോഭാ സുരേന്ദ്രനൊക്കെ കുറച്ചും കൂടെ ഒക്കെ എനിക്കൊന്ന് മെച്ചമാണെന്ന് തോന്നുന്നു. അവരുമൊക്കെ ഇങ്ങനെ വിഷം തള്ളുമെങ്കിലും നിങ്ങളത്രയും ഈ കേരള പൊതുസമൂഹത്തിൽ നിങ്ങളത്രയും ഈ വിഷം സ്ഫുരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ ഇന്ന് കണ്ടില്ലേ കേരളക്കാരുടെ ആഘോഷം എന്താണ്? ഈ മനുഷ്യർക്കാർക്കും ഹൃദയമില്ലാത്തവരാണോ? ഹൃദയമില്ലാത്തത് കൊണ്ടല്ല, അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളുടെ വയോവൃദ്ധ ആരാണ് ആ ഉമ്മാനെ സംരക്ഷിക്കാനുള്ളത്? ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്കിയേ. ആ ഉമ്മാടെ കൈ കൊണ്ട് ഒരിറ്റ് ചോറ് ഇങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത്, ആ കഴിക്കുന്ന സമയത്ത് ആ മോന്റെ കണ്ണീരുകൾ കണ്ട. ഇത് പങ്കുവെക്കുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ലെന്നേ, നാനാജാതി മനുഷ്യർ. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യർക്ക് മനുഷ്യരുടെ വികാരം മനസ്സിലാകും. പക്ഷേ മനുഷ്യരൂപമുള്ള മൃഗങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. നോട്ട് ഓൺലി ബട്ട് ആൽസോ.